പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും രാവിലെ സമയത്ത് ദൈവസന്നിധിയിൽ എഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടെ ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ, എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് അവസരം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഉണരുമ്പോൾ അവൻ്റെ രൂപം കണ്ട് തൃപ്തിയാകുമെന്നുള്ള ആ വചനം നിങ്ങളിൽ ഒരിക്കൽ കൂടെ നിവർത്തിക്കട്ടെ. കർത്താവ് സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ അബദ്ധങ്ങളെ, നമ്മുടെ എടുത്തിയാട്ടങ്ങളെ തിരുത്തേണ്ടതിന് വേണ്ടി പല സാഹചര്യങ്ങളിൽ കൂടെ ദൈവം നമ്മളെ കടത്തിവിടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. തിരുത്തലുകൾക്ക് വേണ്ടിയാണ് നമ്മളെ കടത്തിവിടുന്നത്. എന്നാൽ എന്നിട്ടും തിരുത്താൻ തയ്യാറാകാതെ അതിൽ തുടരുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ അവസാനവും അപകടമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ രാവിലെ സമയത്ത് നിങ്ങളുടെ സുഗമമായ മുൻപോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി, നിങ്ങൾ ലക്ഷ്യത്തിലെത്തേണ്ടതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു സന്ദേശം തരികയാണ്. നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം, മുമ്പിൽ ധാരാളം നേട്ടങ്ങൾ കൈവരിപ്പാനുണ്ട്. അവിടേക്ക് നിങ്ങൾ ദൈവിക ആലോചനകളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരായി മാറണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്കത് അനുഗ്രഹമാകുവാനിടയായിത്തീരും. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വേണ്ടി പല രാജാക്കന്മാരും എഴുന്നേറ്റു. അവരൊക്കെ പരാജയപ്പെട്ടു. അവരെയൊക്കെ പരാജയപ്പെടുത്തിയാണ് ദൈവം ഇസ്രായേലിനെ നയിച്ചു കൊണ്ടുപോകുന്നത്. കാരണം ഇസ്രായേലിനെ നയിക്കുന്നത് മോശയാണെങ്കിലും യഹോവയായ ദൈവത്തിൻ്റെ ശക്തി മോശയോട് കൂടെ ഇരുന്നാണ് അത് ഇസ്രായേൽ മുന്നോട്ട് വരുന്നത്. എന്നാൽ ഇസ്രായേലിനെ ശപിക്കുവാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണം ബാലാക്ക് എന്ന് പറയുന്ന ആ രാജാവ് എന്തു ചെയ്തു? ബലിയാമിനെ അതിനുവേണ്ടി കൂട്ടുപിടിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന ദൈവത്തിന് ബിലയാം അതിനുവേണ്ടി മുന്നോട്ട് വരുന്ന ഒരു സന്ദർഭം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സംഖ്യാപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് 22-ാം അധ്യായം മുതൽ അതിനോടുള്ള സന്ദേശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അത് പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തിൽ ഈ പ്രവാചകനായിരിക്കുന്ന ബലിയാമിൻ്റെ റൂട്ട് ശരിയല്ല എന്നും അവൻ്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ എടുത്തു കാണിച്ചും പുതിയ നിയമത്തിൻ്റെ 1-2 വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തുവാനിടയായി തീർന്നിട്ടുണ്ട്. ഇങ്ങനൊരു സന്ദേശം നമുക്ക് നൽകുമ്പോൾ ദൈവത്തിന് നമ്മളെ നേരായ പാതയിൽ നയിക്കുവാനായിട്ടുള്ള എല്ലാ പദ്ധതികളും ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നും അതിൽ നിന്ന് നമ്മെ വഴിതെറ്റിച്ച് കളയുവാൻ വേണ്ടി, വഴി തിരിച്ചുവിടാൻ വേണ്ടി വിവിധ നിലകളിൽ ശത്രു പദ്ധതികൾ തയ്യാറാക്കുമെന്നും നാം ഈ വേദഭാഗത്തോട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. ബലിയാമിൻ്റെ ആ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വരുന്ന ജനം ദൈവത്താൽ നയിക്കപ്പെട്ടു വരുന്ന ജനമാണെന്നുള്ള ആ ഒരു ചിന്ത അവന് നഷ്ടപ്പെട്ടു. അവൻ്റെ ചിന്ത, അവൻ നടത്തുന്ന പ്രവചനങ്ങളിൽ കൂടെ ലഭിക്കപ്പെടുന്ന നേട്ടങ്ങളിലേക്ക്, ലാഭങ്ങളിലേക്ക് അവൻ്റെ കണ്ണ്, അവൻ്റെ ചിന്തകൾ, അവൻ്റെ കാലുകൾ നീങ്ങുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അതൊരു വലിയ അപകടം തന്നെയാണ്. ഇന്നും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ആത്മീയ മേഖലയിൽ നടക്കുന്നുണ്ട്.
അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവിക ദൂതുകളെ പറയുന്ന പലരും ആ നേട്ടങ്ങൾ കൈവരിപ്പാൻ വേണ്ടി ആ ദൂതുകളെ വളച്ചൊടിച്ച് ദൈവം പറയുന്നതിനെ മാറ്റി പല രീതിയിൽ പ്രവചനങ്ങൾ നടത്തി അവരവരുടെ നേട്ടങ്ങൾ കൈവരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 1-2 പത്രോസിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 15 വേദഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവർ നേർവഴി വിട്ട് തെറ്റി ബയോരിൻ്റെ മകനായ ബിലയാമിൻ്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു, എങ്കിലും അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടഞ്ഞുവല്ലോ. പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടഞ്ഞുവല്ലോ. ഇസ്രായേലിനെ ശപിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതായിരിക്കുന്ന ബിലയാമെന്ന പറയുന്ന പ്രവാചകനെ ദൈവം തടയുകയാണ്. ദൈവിക ആലോചനകൾ കേട്ട് വിധേയപ്പെടാതെ ദൈവജനത്തെ ശപിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതായിരിക്കുന്ന ബിലയാമിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ വാളുമായി നിൽക്കുകയാണ്. ഈ ദൂതനെ ബിലയാമിന് കാണാൻ പറ്റിയില്ല.